ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 3ാമത്തെ ചാപ്റ്ററാണ്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇവിടെ പേജ് നമ്പർ 35 വരെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ആക്കി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ക്ലാസ് 5 മാത്സ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ വീഡിയോ കാണാവുന്നതാണ്. സോ നമുക്കിവിടെ പേജ് നമ്പർ 35 സ്ക്വയർ നമ്പേഴ്സ് എന്ന ടോപ്പിക് മുതലാണ് എടുക്കാനുള്ളത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് വേസ് ടു അറേഞ്ച് 36 ഡോട്ട്സ് ഇൻ ടു റെക്റ്റാങ്കിൾ? 36 ഡോട്ട്സിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ വെക്കാൻ പറ്റും എന്നാണ്. 2 വ്യത്യസ്ത മോഡലുകൾ താഴെ നൽകിയിട്ടുണ്ട്. ഒന്ന് കോളമായിട്ട് 2 ഡോട്ട്സും, അതായത് താഴേക്ക്, പിന്നെ റോ ആയിട്ട് 18 ഡോട്ട്സും. ടോട്ടൽ ഡോട്ട്സ് കാണാൻ വേണ്ടിയിട്ട് 2 × 18 ആണ് ചെയ്യേണ്ടത്. 2 × 18 എത്രയാണ്? 36 ആണ്. ഇത് ആകെ 36 ഡോട്ട്സ് ഉണ്ട്. ഇനി മറ്റൊരു അറേഞ്ച്മെൻ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കോളമായിട്ട് താഴേക്ക് 3 എണ്ണവും 3 ഡോട്ട്സും, നേരെ റോ ആയിട്ട് 12 ഡോട്ട്സും. 3 × 12 എത്രയാണ്? 36 ആണ്. സോ 2 വ്യത്യസ്ത രീതിയിലാണ് 36 ഡോട്ട്സിനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ നോക്കിക്കേ, വേറെയും മോഡൽസ് കാണാം. കോളമായിട്ട് 4 ഡോട്ട്സും റോ ആയിട്ട് 9 ഡോട്ട്സും. 4 × 9 എത്രയാണ്? 36 ആണ്. അടുത്തത് കോളമായിട്ട് താഴേക്ക് 6 ഡോട്ട്സും നേരെ 6 ഡോട്ട്സും. 6 × 6 36 ആണ്. Now we can turn around the first 3 rectangle. One of them is a special kind of rectangle, isn't it? Can we make a square with any number of dots? ഇവിടെ നിങ്ങൾക്ക് തൊട്ട് മുൻപേ പേജിൽ 36 ഡോട്ട്സിനെ വ്യത്യസ്ത 4 രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തതാണല്ലോ തന്നിട്ടുള്ളത്. ആദ്യത്തെ 3 എണ്ണം നോക്കിക്കേ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കോളത്തിലെയും റോയിലെയും എണ്ണം വ്യത്യാസമുണ്ട്, സൈഡിലും താഴെയും എണ്ണ വ്യത്യാസമുണ്ട്. ഒന്ന് 2 × 18 ആണ്, രണ്ടാമത്തെ 3 × 12 ആണ്, മൂന്നാമത്തേത് 4 × 9 ആണ് വരുന്നത്. ഇവിടെ സൈഡ്സ് തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്, ഡിഫറെൻറ്റ് സൈസസ് ആണ് വരുന്നത്. പക്ഷേ ഏറ്റവും ലാസ്റ്റത് നോക്കിക്കേ, ഇവിടെ സെയിം ആണ്. റോയിലും 6 ആണ്, കോളത്തിലും 6 ഡോട്ട്സ് ആണ്. ഈക്വൽ ഡോട്ട്സ് ആണ് വെച്ചിട്ടുള്ളത് അല്ലേ? സോ ഈ 4ാമത്തത് ഈക്വൽ ആയിട്ട് വരുന്നതിനാണ് സ്ക്വയർ. 2 കോളത്തിലും റോയിലും സെയിം ആണ് ഡോട്ട്സ് വരുന്നതെങ്കിൽ അതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചോദിക്കുകയാണ്, ക്യാൻ വി മേക്ക് എ സ്ക്വയർ വിത്ത് എനി നമ്പർ ഓഫ് ഡോട്ട്സ്? നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ നിർമ്മിക്കാൻ പറ്റുമോ എന്നാണ്. ഇല്ല എന്നാണ് ഉത്തരം. ക്യാൻ വി മേക്ക് എ സ്ക്വയർ വിത്ത് ലെസ് ദാൻ 36 ഡോട്ട്സ്? 36 ഡോട്ട്സിൽ കുറവുള്ള സംഖ്യ വെച്ചിട്ട് നമുക്ക് സ്ക്വയർ നിർമ്മിക്കാൻ പറ്റുമോ? പറ്റും, യെസ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ വെക്കാം. ഇവിടെ നമുക്ക് 4 ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്വയർ നിർമ്മിക്കാൻ പറ്റും. കാരണം റോ ആയിട്ട് നിങ്ങൾ 2 ഡോട്ട്സ് കൊടുക്കുക, താഴേക്ക് കോളമായിട്ടും 2 ഡോട്ട്സ് കൊടുക്കുക. 2 × 2 4 അല്ലേ? ഇനി 9 ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് സ്ക്വയർ വെക്കാൻ പറ്റും. കാരണം 3 × 3 9 ആണ്. 16 വെച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ 4ഉം ഒരു സൈഡിൽ 4 ഡോട്ട്സും വെച്ചാൽ മതി. ഇനി 25 36 ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഹൗ മെനി ഡോട്ട്സ് ആർ പ്ലേസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ടു ക്രിയേറ്റ് എ സ്ക്വയർ വിത്ത് 36 ഡോട്ട്സ്? 36 ഡോട്ട്സ് വെച്ചിട്ട് സ്ക്വയർ നിർമ്മിക്കാൻ റോസിലും കോളസിലും എത്ര ഡോട്ട്സ് ആണ് കൊടുക്കേണ്ടത്? ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് 36 കിട്ടുന്നത്? 6 × 6 ആണല്ലേ 36. അതുകൊണ്ട് റോസിലും 6 ആണ് കൊടുക്കേണ്ടത്, കോളത്തിലും 6 ആണ് കൊടുക്കേണ്ടത്. Now can't you make a few more squares? നിങ്ങൾക്കിനി കുറച്ചുകൂടി സ്ക്വയേഴ്സ് നിർമ്മിക്കാൻ കഴിയില്ലേ എന്നാണ്. യെസ്, പറ്റുമില്ലേ? നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? റോയിൽ 5ഉം കോളത്തിലും 5 ഡോട്ട്സ് ആണ്. ടോട്ടൽ എത്രയാണ്? 5 × 5 25 ഡോട്ട്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു സ്ക്വയർ ആണെന്ന് പറയാമല്ലേ? കാരണം എന്താണ്? കോളത്തിലും റോയിലും ഡോട്ട്സിൻ്റെ എണ്ണം ഈക്വൽ ആണ്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ എ സ്ക്വയർ? സ്ക്വയറിലെ ഈ ഡോട്ട്സിനെ കുറിച്ചിട്ട്, നമ്പറിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള ഈ ഒരു നമ്പേഴ്സിനാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്നത്. സിമ്പിളായിട്ട് നമുക്ക് സ്ക്വയേഴ്സ് എന്ന് പറയാം. സ്ക്വയേഴ്സ് ആർ നമ്പേഴ്സ് ഗോഡ് ബൈ മൾട്ടിപ്ലൈയിങ് എ നമ്പർ വിത്ത് ഇറ്റ്സെൽഫ്. ഒരു നമ്പറിനെ ആ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇല്ലേ, അതാണ് സ്ക്വയർ എന്ന് പറയുന്നത്.
ഇപ്പോൾ 4ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ 4 × 4 എത്രയാണ്? 16 ആണ് അല്ലേ? 16 ആണ് 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 2ന്റെ സ്ക്വയർ ഏതാണെന്ന് ചോദിച്ചാൽ 2 × 2 ചെയ്തേക്കുക. 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4 ആണ്. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. മനസ്സിലായല്ലോ? 1 ഈസ് ആൾസോ ഇൻക്ലൂഡഡ് എമംഗ് സ്ക്വയേഴ്സ്. നമുക്ക് 1ഉം സ്ക്വയേഴ്സ് ആണെന്ന് പറയാം. കാരണം എന്താണ്? 1 × 1 നമുക്ക് കിട്ടുന്നത് 1 ആണ്. സോ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. വിച്ച് ഈസ് ദി നെക്സ്റ്റ് സ്ക്വയർ ആഫ്റ്റർ 36? 36 കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത സ്ക്വയർ ഏതാണ്? 36 ഏതിൻ്റെ സ്ക്വയർ ആണ്? 6ന്റെ സ്ക്വയർ ആണ് അല്ലേ? 6 × 6 ആണ് 36. സോ 6 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ്? 7 ആണ്. 7 × 7 എത്രയാണ്? 49 ആണ്. സോ 36 കഴിഞ്ഞതിന് ശേഷം വരുന്ന നെക്സ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. വിച്ച് വൺ കംസ് ആഫ്റ്റർ ഇറ്റ്? അത് കഴിഞ്ഞതിന് ശേഷമോ? എന്റെ സ്ക്വയർ ആണ് 49. നമ്മൾ 8ന്റെ സ്ക്വയർ നോക്കുക. 8 × 8 64 ആണ്. സോ 49 കഴിഞ്ഞതിന് ശേഷം വരുന്ന അടുത്ത സ്ക്വയർ 64 ആണ്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നൗ ലുക്ക് അറ്റ് ദി പിക്ചർ. താഴെയുള്ള ചിത്രം നോക്കൂ. താഴെ നിങ്ങൾക്ക് കുറച്ച് സ്ക്വയേഴ്സിൽ ഡോട്ട്സ് അറേഞ്ച് ചെയ്തത് കാണാം അല്ലേ? പിക്ചർ നോക്കിക്കേ. ഒരു ഡോട്ട്സിനെ മാത്രം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 + 3 4 ആണ്. 4 ആണ് ഈ ബോക്സിലെ ടോട്ടൽ ഡോട്ട്സിന്റെ എണ്ണം വരുന്നത്. സെക്കൻഡ് പിക്ചറിൽ 1 + 3 + 5 ആണ്. 9 ആണ് ടോട്ടൽ എണ്ണം. നെക്സ്റ്റ് 1 + 3 + 5 + 7 16 ഡോട്ട്സ് ആണ് ഇവിടെ ഈ ഒരു ബോക്സിൽ ഉള്ളത്. ലാസ്റ്റ് ബോക്സിൽ 1 + 3 + 5 + 7 + 9 25 ഡോട്ട്സ് ആണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ഇവിടെ സ്ക്വയേഴ്സ് ആണല്ലേ? 4 ബോക്സിലും സ്ക്വയേഴ്സ് ആണ്. 4 സ്ക്വയർ ആണ്, 9 സ്ക്വയർ നമ്പർ ആണ്, 16 സ്ക്വയർ നമ്പർ ആണ്, 25 സ്ക്വയർ നമ്പർ ആണ്. 4 എന്ന സ്ക്വയർ നമ്പർ കഴിഞ്ഞതിന് ശേഷം 5 കൂട്ടിയപ്പോഴാണ് ഇവിടെ നെക്സ്റ്റ് ആയിട്ടുള്ള 9 കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഈ 5നോട് 7 കൂട്ടിയപ്പോഴാണ് നമുക്ക് 16 കിട്ടിയിട്ടുള്ളത്. ഈ 7നോട് 9 കൂട്ടിയപ്പോഴാണ് നമുക്ക് 25 കിട്ടിയിട്ടുള്ളത്. എന്ന് നോക്കിക്കുക. അടുത്തൊരു സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 + 3 + 5 + 7 + 9 എന്ത് ചെയ്താൽ മതി? 2 ആണല്ലേ? ഇവിടെ ഓരോ നമ്പറും തമ്മിൽ ഡിഫറൻസ് വരുന്നത് 2 ആണ്. സോ 9 + 11 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 36 ആണ് കിട്ടുന്നത്. സോ 25 കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് 36 ആണ്. വിച്ച് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു 25 ടു ഗെറ്റ് ദി നെക്സ്റ്റ് സ്ക്വയർ? അടുത്തൊരു സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 25നോട് എത്രയാണ് കൂട്ടേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 11 ആണ് കൂട്ടേണ്ടത്. To get square 36, how many odd numbers starting with 1 must be added? നമുക്ക് എങ്ങനെയാണ് 36 കിട്ടിയിട്ടുള്ളത്? നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് 25ന് നമ്പേഴ്സ് ആണ്. നമ്മൾ അതേപോലെ ഇങ്ങനെ എഴുതി 1 + ആദ്യം 1 എഴുതുക. പിന്നെ ഇതേ ഒരു ഓർഡറിൽ അടുത്ത സംഖ്യ ഏതാണ്? 3 ആണ്. നെക്സ്റ്റ് നമ്പർ 5 ആണ്. നെക്സ്റ്റ് +7 ആണ്. നെക്സ്റ്റ് +9 ആണ്. ഓക്കെ, അടുത്ത നമ്പർ ഏതാണ് വരിക? ഇവിടെ തന്നിട്ടുള്ള ഓരോ നമ്പേഴ്സിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. സോ 9 + 2 എത്രയാണ്? 11. അടുത്ത നമ്പർ വരുന്നത് 11 ആണ്. ഇത് കൂട്ടുമ്പോഴാണ് നമുക്ക് 36 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെയുള്ള ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകൾ. 1 3 5 7 9 11 ഒക്കെ ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യന് എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടിയിട്ടാണ് നമുക്ക് 36 കിട്ടിയിട്ടുള്ളത് എന്നാണ് എണ്ണി നോക്കാം. 1 2 3 4 5 6 ഓഡ് നമ്പേഴ്സ് കൂട്ടിയിട്ടാണ് നമുക്ക് 36 കിട്ടിയിട്ടുള്ളത്. ആൻസർ 6 എന്നാണ്. At which position is 36 if squares are ordered 1 4 9? സ്ക്വയേഴ്സ് 1 4 9 എന്നിങ്ങനെ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ 36 എത്രാമത്തെ പൊസിഷനിലാണ് വരിക എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ സ്ക്വയർ വരുന്നത് 1 ആണ്. പിന്നെ അതിനോട് 3 കൂട്ടിയപ്പോൾ 1 + 3 ആണ് 4 രണ്ടാമത്തെ സ്ക്വയർ. 3നോട് 5 കൂട്ടിയപ്പോൾ നമുക്ക് അടുത്ത സ്ക്വയർ 9 കിട്ടി. 5നോട് 7 കൂട്ടിയപ്പോൾ അടുത്ത സ്ക്വയർ 16 കിട്ടി. ഇനി 7നോട് നമ്മൾ എത്ര കൂട്ടണം? 7 + 2 എത്രയാണ്? 9 ആണ്. 9 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. 16 കഴിഞ്ഞിട്ട് അടുത്ത സ്ക്വയർ വരുന്നത് 25 ആണ്. ഇനി 9നോട് എത്ര കൂട്ടണം? 9 + 2 11 ആണ്. 11 ആണ് കൂട്ടേണ്ടത്. 36 കിട്ടി. സോ ഇവിടെയാണ് 36 വരുന്നത്. എത്രാമത്തേതാണ് 36? 1 2 3 4 5 6 ആറാമത്തേതാണ് അല്ലേ? ആറാമത്തെ പൊസിഷനിലാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ 6 എന്നാണ്. പൊസിഷനിലാണ് 36 ഉള്ളത്.
നെക്സ്റ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് 11 into 11 ആൻഡ് 111 into 111. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം 11 into 11 ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. 11 into 11. ഇവിടെ 11ൽ എത്ര ഒന്നുകളാണുള്ളത് എണ്ണി നോക്കിയേ. 11 എന്ന് പറഞ്ഞ സംഖ്യ എടുക്കുക. ഇതിൽ എത്ര ഒന്നുകളുണ്ട്? 2 എണ്ണമാണ് അല്ലേ. സോ നിങ്ങളിവിടെ 2 ഒന്നുകളാണുള്ളത്. അതുകൊണ്ട് 1 2 എന്ന് എഴുതുക. ഇനി ബേക്കോട്ട് പോവുക. തിരിച്ച് 2ൻ്റെ ബേക്കിൽ ഏതാണ്? 1 ആണ്. ഇവിടെ ആൻസർ വരുന്നത് 121 ആണ്. ഇനി അടുത്ത ചോദ്യം 111 into 111 ആണ്. ഇവിടെ 3 ഒന്നുകൾ വരുന്നുണ്ട് അല്ലേ. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? നിങ്ങൾ ഇവിടെ 3 ഒന്നുകളാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ 1 2 3 എന്ന് എഴുതുക. എന്നിട്ട് ഇനി ബേക്കോട്ട് എഴുതുക. 2 1. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് ഇത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ വരുന്നത് 1 2 3 2 1 എന്നാണ്. ക്വസ്റ്റ്യന് 111 into 111 ആണ്. അവിടെ ഒരു 1 ഇടാൻ മിസ്സായി പോയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് 1111 into 1111. ഇവിടെ എത്ര ഒന്നുകളാണ്? 1 2 3 4 ഒന്നുകളാണ് അല്ലേ. സോ നമ്മുടെ ആൻസർ എന്താണ് വരിക? 1 2 3 4 എന്നിട്ട് ബേക്കോട്ട് 3 2 1. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് ഈ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ് വരുന്നത്. ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 5 ഒന്നുകളാണ് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1 2 3 4 5 വരെ എഴുതുക. എന്നിട്ട് അതിൻ്റെ ബേക്കോട്ട് 4 3 2 1. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളതിൻ്റെ ആൻസർ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1ൽ വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി പാറ്റേൺ ഓഫ് സച്ച് പ്രൊഡക്ട്സ്. ഇത്തരത്തിലുള്ള ഉത്തരങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദി ഫോളോയിങ് കാൽക്കുലേഷൻസ്. താഴത്ത് നോക്കിക്കേ. 1 + 3 = 4, 4 + 5 = 9, 9 + 7 = 16. കണ്ടിന്യൂ ദിസ് ടു കമ്പ്യൂട്ട് ദി സ്ക്വയേഴ്സ് അപ് ടു 100. 100 വരെയുള്ള സ്ക്വയേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടർന്ന് പോയി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ. 1 + 3 നമുക്ക് 4 എന്ന് കിട്ടി. ഈ 4 ആണ് നെക്സ്റ്റ് വരിയിൽ ആദ്യം എഴുതിയിട്ടുള്ളത്. 5 എന്താണ്? നമുക്ക് 3നോട് 2 കൂട്ടിയിട്ടുള്ളതാണ് 5. 4 + 5 9 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരിയിലേക്ക് പോകുമ്പോൾ ഈ 9 ആണ് ആദ്യം എഴുതുന്നത്. 5നോട് 2 കൂട്ടിയിട്ടാണ് നമുക്ക് 7 കിട്ടുന്നത്. 9 + 7 16 ആണ്. അടുത്ത സ്ക്വയർ വരുന്നത് 16 ആണ്. ഇനി അടുത്തത് 16 എന്ന് എഴുതും. 7നോട് 2 കൂട്ടും. എത്രയാണ്? 9 ആണ്. 16 + 9 25 ആണ്. നെക്സ്റ്റ് സ്ക്വയർ 25 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത വരി എഴുതാൻ വേണ്ടിയിട്ട് 25നെ ആദ്യം എഴുതണം. എന്നിട്ട് 9നോട് 2 കൂട്ടുക. 11 ആണ്. 25നോട് കൂട്ടേണ്ടത്. 25 + 11 36 ആണ്. ഇനി അടുത്ത 36 ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എന്നിട്ട് 11നോട് 2 കൂട്ടുക. 2 കൂട്ടിയാൽ 13 ആണ്. 36 + 13 എത്രയാണ്? 49 ആണ്. അടുത്തത് 49 ആദ്യം എഴുതുക. 13നോട് 2 കൂട്ടുക. 15 ആണ്. 49 + 15 64 ആണ്. ഓക്കെ. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ 64 ആണ് ആദ്യം എഴുതേണ്ടത്. ഇനി 15നോട് 2 കൂട്ടുക. 17 ആണ്. 64നോട് 17 കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 81 ആണ്. 64 കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ക്വയർ 81 ആണ്. ഇനി അടുത്ത വരിയിൽ 81 ആദ്യം എഴുതുക. 17നോട് 2 കൂട്ടുക. 19 ആണ്. 81 + 19 100 ആണ്. 100 വരെയുള്ള സ്ക്വയേഴ്സ് ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1 3 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? 1 3 5 പോലെയുള്ള എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടിയാലാണ് നമുക്ക് 400 കിട്ടുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. 10 ഓഡ് നമ്പേഴ്സിൻ്റെ തമ്മിൽ 10 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഓക്കെ. 10 ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നൊരു ചോദ്യമാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലുള്ള ആൻസർ എന്ന് പറയുന്നത് 10 സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ.
ആൻസർ കാണാൻ വേണ്ടിയിട്ട് 10 സ്ക്വയർ എത്രയാണ് 100 ആണ്. 10 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലുള്ള ഉത്തരം എന്ന് പറയുന്നത് 100 ആണ്. 10 സ്ക്വയർ കണ്ട്. നമ്മളോട് 5 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 5 സ്ക്വയർ കണ്ടാൽ മതി ആൻസർ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയോ ഒരു ഓഡ് നമ്പേഴ്സ്, എത്ര ഓഡ് നമ്പേഴ്സ് ആണെന്ന് അറിയില്ല. എക്സാമ്പിളായിട്ട് എന്ന് കൊടുക്കാം. ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലുള്ള ആൻസർ എന്ന് പറയുന്നത് 400 ആണ്. എത്ര ഓഡ് നമ്പേഴ്സ് ആണ് കൂട്ടിയാൽ നമുക്ക് 400 കിട്ടുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം 400 ഏതിൻ്റെ സ്ക്വയർ ആണ്, അതായിരിക്കും ആൻസർ. 400 20ൻ്റെ സ്ക്വയർ ആണ്, 20ൻ്റെ സ്ക്വയർ ആണ് 400. സോ 20 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലാണ് നമുക്ക് 400 കിട്ടുക. ഓക്കെ, നമ്മുടെ ആൻസർ 20 എന്നാണ്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഈസ് ദി ലാസ്റ്റ് ഓഡ് നമ്പേഴ്സ് ആഡൻ ഇൻ ദിസ്. ഇതിലേതാണ് ഏറ്റവും അവസാനം കൂട്ടിയിട്ടുള്ള ഓഡ് നമ്പർ എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ 20 ഓഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാലാണ് നമുക്ക് 400 കിട്ടുന്നത്. ആദ്യത്തെ 20 ഓഡ് നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. 1 3 5 7 9 11 13 15 17 19 21 23 25 27 29 31 33 35 37 39. ഇതിൽ 20ാമത്തെ ഏറ്റവും അവസാനത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 39 ആണ്. ആൻസർ ഈസ് 39. ഇനി 4th ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദി 50th ഓഡ് നമ്പർ. 50ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? ഇവിടെ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 2n-1 എന്നാണ്. 2 × n-1 എന്നാണ്. ഇവിടെ n എന്താണ്? സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ് 10ാമത്തെ ഓഡ് നമ്പർ എത്രയാണ്. n എന്ന് പറയുന്നത് ഇപ്പോൾ 10 ആണ്. ചോദ്യത്തിൽ 10ാമത്തെ ഓഡ് നമ്പർ എന്ന് കൊടുത്താൽ നിങ്ങൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. 2 × 10-1 ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 10 20 ആണ്. 20 - 1 19 ആണ്. 10ാമത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. പക്ഷെ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ളത് 50ാമത്തെ ഓഡ് നമ്പർ എത്രയാണെന്നാണ്. സോ ഇവിടെ n-ന്റെ സ്ഥാനത്ത് നിങ്ങൾ 50 എന്നാണ് കൊടുക്കേണ്ടത്. 2 × 50 - 1 എന്നാണ്. ഇവിടെ n 50 ആണ്. 2 × 50 എത്രയാണ്? 100 ആണ്. 100 - 1 99 ആണ്. 50th ഓഡ് നമ്പർ 99 ആണ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദി സം ഓഫ് ദി ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to this നമ്പർ. 1 മുതൽ ഈ ഒരു നമ്പർ വരെയുള്ള ഒറ്റ സംഖ്യയുടെ സം എത്രയാണ്, അതായത് ഇവ തമ്മിൽ കൂട്ടിയാൽ എത്രയാണെന്ന്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇത്ര ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യയുടെ സ്ക്വയർ കണ്ടാൽ മതി. ഇവിടെ 50 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് നമ്മൾ 50യുടെ സ്ക്വയർ കണ്ടാൽ മതി. 50 സ്ക്വയർ എത്രയാണ്? 50 × 50 എത്രയാണ്? നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഈ ചിത്രം നിങ്ങൾ നോക്കൂ. ആദ്യത്തത് 4 = 1 + 2 + 1 എന്ന്, 9 = 1 + 2 + 3 + 2 + 1, 16 = 1 + 2 + 3 + 4 + 3 + 2 + 1. How do we write 25 as a sum like this? ഇതേപോലെ നമ്മൾ 25 എങ്ങനെ എഴുതും? ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു ഫോമിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ആദ്യം 4 ആണ്. 4 ഏതിൻ്റെ സ്ക്വയർ ആണ്? 4 2ൻ്റെ സ്ക്വയർ ആണ്. 2 × 2 ആണ് 4. സോ ഇവിടെ എഴുതിയിട്ടുള്ളത് 2 വരെയാണ്. 1 + 2 പിന്നെ ബേക്കോട്ട് പോയി. ഓക്കെ, 1 + 2 പിന്നെ ബേക്കോട്ട് +1 എന്ന് എഴുതി. അടുത്തത് 9 ഏതിൻ്റെ സ്ക്വയർ ആണ്? 3ൻ്റെ സ്ക്വയർ ആണ് 9. 3 × 3 ആണ് 9. സോ ഇവിടെ 3 വരെയാണ് പോയിട്ടുള്ളത്. 1 + 2 + 3 പിന്നെ ബേക്കോട്ട് +2 + 1 എന്ന്. അടുത്തത് 16 ഏതിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ്. 4 × 4 ആണ് 16. ഇവിടെ 4 വരെയാണ് എഴുതിയിട്ടുള്ളത്. 1 + 2 + 3 + 4 പിന്നെ ബേക്കോട്ട് +3 + 2 + 1. നമ്മൾക്കോട് ചോദിച്ചിട്ടുള്ളത് 25 ഇതേപോലെ എഴുതാനാണ്. അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് 25 ഏതിൻ്റെ സ്ക്വയർ ആണെന്നാണ്. 25 5ൻ്റെ സ്ക്വയർ ആണ്. 5 × 5 ആണ് 25 വരുന്നത്. സോ നമ്മളിവിടെ 1 2 3 അങ്ങനെ എഴുതുമ്പോൾ ഏത് നമ്പർ വരെയാണ് എഴുതേണ്ടത്? 5 വരെയാണ് എഴുതേണ്ടത്. നമുക്ക് എഴുതാം 1 + 2 + 3 + 4 + 5 ഇതുവരെയാണ് എഴുതേണ്ടത്. ഇനി ബേക്കോട്ട് 5ൻ്റെ ബേക്കിൽ ആരാണ്? 4 ആണ്. +4 +3 +2 +1 ഇങ്ങനെയാണ് നമ്മൾ 25ൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് അവിടെ എഴുതി കൊടുക്കുക.
about 36 എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞേ, 36 ഏതിന്റെ സ്ക്വയർ ആണ്? 6ന്റെ 6ന്റെ സ്ക്വയർ ആണ്. 6 × 6 ആണ് 36. സോ നിങ്ങൾ ഇവിടെ നമ്പർ ഇട്ട് എഴുതുമ്പോൾ ഏത് വരെ എഴുതണം? 1 + 2 + 3 + 4 + 5 + 6 വരെ എഴുതണം. എന്നിട്ട് പിന്നെ ബേക്കോട്ട് +5 + 4 + 3 + 2 + 1. Can you write 100 as such a sum? 100നെയും നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100 ഏതിൻ്റെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ ആണ് 100. 10 × 10 ആണ് 100. സോ നിങ്ങൾ നമ്പർ എഴുതുമ്പോൾ 10 വരെ എഴുതുക, എന്നിട്ട് ബേക്കോട്ട് എഴുതുക. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10, എന്നിട്ട് ബേക്കോട്ട് +9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1. നെക്സ്റ്റ് പേജിൽ സ്ക്വയർ പ്രൊഡക്റ്റ്. 4 and 9 ആർ സ്ക്വയേഴ്സ്. 4ഉം 9ഉം എന്താണ്? സ്ക്വയേഴ്സ് ആണ് അല്ലേ? 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9. വാട്ട് അബൌട്ട് ദെയർ പ്രൊഡക്ട്സ്? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവരുടെ പ്രൊഡക്ട്സ് എന്തായിരിക്കും? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്നാണ് അർത്ഥം വരുന്നത്. സോ 4 × 9 എത്രയാണ്? 36 ആണ്. 36 എന്താണ്? മറ്റൊരു സ്ക്വയർ ആണ്. ഏതിൻ്റെ സ്ക്വയർ ആണ് 36? 6ന്റെ സ്ക്വയർ ആണ് 36. ഇവിടെ നിങ്ങൾക്ക് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ആദ്യം 4 × 9 ആണ് അല്ലെ നൽകിയിട്ടുള്ളത്. 4 ഡോട്ട്സ് വരുന്ന 9 ചെറിയ ബോക്സുകളാണ് ആദ്യത്തെ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ 6 × 6 ആണ്. കോളത്തിലും 6 ഡോട്ട്സ് കാണാം, റോയിലും 6 ഡോട്ട്സ് കാണാം. Shall we consider 2 other squares? നമുക്ക് മറ്റു 2 സ്ക്വയേഴ്സ് കൂടി നോക്കിയാലോ? 25 and 16 a square. 25ഉം 16ഉം സ്ക്വയേഴ്സ് ആണ് അല്ലേ? ഏതിൻ്റെ സ്ക്വയർ ആണ്? 25 5ന്റെ സ്ക്വയർ ആണ്, 16 4ന്റെ സ്ക്വയർ ആണ്. ബിഫോർ ചെക്കിംഗ് ഇറ്റ് ബൈ ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ, ലെറ്റ് തിങ്ക് എ ബിറ്റ് അബൌട്ട് ഇറ്റ്. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തതിനെ മുൻപേ ആയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാമെന്നാണ്. അതായത് 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്, അതായത് 4 × 4 ആണ്. സോ 25 × 16 എത്രയാണ്? 25 × 16 എന്ന് പറയുന്നത് 5 × 5 × 4 × 4 ആണ്. നമുക്ക് ഈ ഒരു ഓർഡർ മാറ്റാം എന്നാണ് അടുത്തത് പറയുന്നത്. ഓർഡർ മാറ്റി എന്ന് വിചാരിച്ച് ആൻസറിൽ ഒരു വ്യത്യാസവും വരില്ല. അതായത് 5 × 5 × 4 × 4 എന്നാണല്ലോ ഇവിടെ മുകളിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഓർഡർ മാറ്റിയിട്ട് 5 × 4 × 5 × 4 എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, 5 × 4 എത്രയാണ്? 20 ആണ്. 5 × 4 20 ആണ്. 20 × 20 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 20 × 20 എത്രയാണ്? 400 ആണ്. 25 × 16 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്താണ്? 400 ആണ്. 400 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്, 20ന്റെ സ്ക്വയർ ആണ് അല്ലേ? അതായത് നമുക്കിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് 2 സ്ക്വയർ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസറും മറ്റൊരു സ്ക്വയർ ആയിരിക്കും. 2 എക്സാമ്പിൾസ് നമ്മളിവിടെ കണ്ടുല്ലേ. ഒന്ന് 25 × 16, ആൻസർ നമുക്കൊരു സ്ക്വയർ നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് 400 അല്ലേ? പിന്നെ മുകളിൽ നമ്മൾ ചെയ്തു 9 × 4, അതിൻ്റെ ആൻസർ 36 ആണ്, ഒരു സ്ക്വയർ നമ്പർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി താഴെ നോക്കിക്കേ, കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. Rewrite each of the products below as the product of a number by itself. അതായത് നമ്മൾ മുകളിൽ 25 × 16 എന്ന് പറയുന്നത് 20 × 20 ആണെന്ന് കണ്ടെത്തിയില്ലേ? അതേപോലെ താഴെ ചോദിച്ചിട്ടുള്ള എല്ലാ ഉത്തരം അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്രയാണ്? 9 × 16 ആണ് അല്ലേ? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9 × 16 ആണ്. നമുക്ക് എഴുതാം 9 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയർ ആണ്? 3, 3ന്റെ സ്ക്വയർ ആണ്. 9ന് നമുക്ക് 3 × 3 എന്ന് എഴുതാം. 3 × 3 ആണ് 9. പിന്നെ ഇൻറ്റു 16നെയോ 4ന്റെ സ്ക്വയർ ആണ് 16, 4 × 4 എന്ന് എഴുതാം. സോ നമ്മളിവിടെ 9 × 16 എന്നതിനെ മാറ്റിയിട്ട് 3 × 3 × 4 × 4 എന്നാക്കി. ഇതും ശരിയാണല്ലോ. സോ ഇനി നമുക്ക് ഇതിനെ ഓർഡർ തെറ്റിച്ചിട്ട് എഴുതണം. ഇതേ ഓർഡറിലല്ലാതെ നമുക്ക് എഴുതാം. ആദ്യം 3 × 4 എടുക്കുക, ഒരു 3നെയും ഒരു 4നെയും എടുക്കുക. പിന്നെ അടുത്തൊരു 3നെയും 4നെയും എടുക്കുക. 3 × 4 × 3 × 4 എന്നായി. ഈ 3 × 4 എത്രയാണ്? 3 4 12 ആണ്, 12 ആണ്. അടുത്തത് 3 × 4 12 ആണ്. സോ നമുക്കിവിടെ 12 × 12 എന്ന് കിട്ടി, ആൻസർ കിട്ടി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ഒരു നമ്പറിനെ ആ നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്താലുള്ളതാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. 9 × 16,
9 ഇൻറ്റു 16 എന്നത് എന്തിന് ഈക്വലാണ്? 12 ഇൻറ്റു 12ന് ഈക്വൽ ആണ്. ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ 9 ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 12 എന്നാണ്. ഇത് അവിടെ എഴുതി കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16 ഇൻറ്റു 36 ആണ്. 16 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ്. 16 എന്നത് 4 ഇൻറ്റു 4 ആണ്. 36 എന്നത് 6ൻ്റെ സ്ക്വയർ ആണ്. 36 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 6 ആണ്. സോ നമുക്കിവിടെ 16 ഇൻറ്റു 36നെ 4 ഇൻറ്റു 4 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് മാറ്റി എഴുതാം. ഇനി ഓർഡർ ഒന്ന് മാറ്റാം. 4 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 6 എന്ന് എഴുതാം. 4 ഇൻറ്റു 6 എത്രയാണ്? 24 ആണ്. അടുത്ത 4 ഇൻറ്റു 6 24 ആണ്. സോ നമുക്കിവിടെ 16 ഇൻറ്റു 36 ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 24 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 36 ഇൻറ്റു 49 എന്നാണ്. 36 6ൻ്റെ സ്ക്വയർ ആണ്. 49 7ൻ്റെ സ്ക്വയർ ആണ്. സോ നമുക്കിവിടെ 36 ഇൻറ്റു 49 എന്നുള്ളത് 6 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 7 എന്ന് എഴുതാം. ഇനി ഓർഡർ മാറ്റാം. 6 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 7 എന്ന് എഴുതാം. അതായത് നമുക്ക് 42 ഇൻറ്റു 42 എന്ന് കിട്ടി. 36 ഇൻറ്റു 49 ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു 42. അടുത്ത ക്വസ്റ്റ്യൻ 49 ഇൻറ്റു 64 ആണ്. 49 7ൻ്റെ സ്ക്വയർ ആണ്. 64 8ൻ്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് 49 ഇൻറ്റു 64 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 8 എന്ന് എഴുതാം. ഓർഡർ മാറ്റി 7 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതാം. അതായത് 56 ഇൻറ്റു 56 എന്ന് ആൻസർ കിട്ടി. ലാസ്റ്റ് അവസാനത്തത് 81 ഇൻറ്റു 25 എന്നാണ്. 81 എന്നുള്ളത് 9ൻ്റെ സ്ക്വയർ ആണ്. 9 ഇൻറ്റു 9 ആണ് 81. 25 5 ഇൻറ്റു 5 ആണ്. 81 ഇൻറ്റു 25നെ നമുക്ക് 9 ഇൻറ്റു 9 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാക്കാം. ഓർഡർ മാറ്റി 9 ഇൻറ്റു 5 ഇൻറ്റു 9 ഇൻറ്റു 5 എന്ന് എഴുതാം. അതായത് 45 ഇൻറ്റു 45. 81 ഇൻറ്റു 25 എന്ന് പറയുന്നത് 45 ഇൻറ്റു 45ന് ഈക്വൽ ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി പ്രൊഡക്ട്സ് ബിലോ ഇൻ യുവർ ഹെഡ്. താഴെ തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് 25 ഇൻറ്റു 4 ആണ്. 25 ഏതിൻ്റെ സ്ക്വയർ ആണ്? 5ൻ്റെ സ്ക്വയർ ആണ്. 5 ഇൻറ്റു 5 ആണ്. 4 എന്നുള്ളത് 2ൻ്റെ സ്ക്വയർ ആണ്. 2 ഇൻറ്റു 2 ആണ്. സോ നമുക്ക് 25 ഇൻറ്റു 4നെ 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇനി ഓർഡർ മാറ്റി 5 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 2 എന്ന് എഴുതാം. 5 ഇൻറ്റു 2 എത്രയാണ്? 10 ആണ്. 5 ഇൻറ്റു 2 10 ആണ്. നമുക്കിവിടെ 10 ഇൻറ്റു 10 എന്ന് കിട്ടി. ആൻസർ എത്രയാണ് വരിക? സീറോസ് ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിൾ ആണ്. നിങ്ങൾ സീറോസ് ഇല്ലാത്തത് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1 എത്രയാണ്? 1 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ എത്ര സീറോസ് ഉണ്ട്? 10ൽ ഒരു 0, അടുത്ത 10ൽ ഒരു 0, 2 സീറോസ് ഉണ്ട്. ഒന്നിന് ശേഷം 2 സീറോസ് ഇട്ട് കൊടുക്കുക. 100 ആണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 25 ഇൻറ്റു 16 ആണ്. 25 5 ഇൻറ്റു 5 ആണ്. 16 4 ഇൻറ്റു 4 ആണ്. സോ നമുക്കിവിടെ 5 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് മാറ്റി എഴുതാം. 5 ഇൻറ്റു 4 എത്രയാണ്? 5 4 20 ആണ്. നമുക്ക് 20 ഇൻറ്റു 20 എന്ന് കിട്ടി. ആൻസർ കണ്ടെത്താൻ നിങ്ങൾ 2 ഇൻറ്റു 2 ചെയ്യുക. എത്രയാണ്? 4 ആണ്. എത്ര സീറോസ് ഉണ്ട് ഇവിടെ? 2 സീറോസ് ഉണ്ട്. 4ന് ശേഷം 2 സീറോസ് ഇട്ട് കൊടുക്കുക. 400 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 25 ഇൻറ്റു 36 ആണ്. 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. 36 6 ഇൻറ്റു 6 ആണ്. ഓർഡർ മാറ്റി 5 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 6 എന്ന് എഴുതുക. 5 ഇൻറ്റു 6 30 ആണ്. നമുക്ക് 30 ഇൻറ്റു 30 എന്ന് കിട്ടും. ആൻസർ 3 ഇൻറ്റു 3 9 ആണ്. 2 സീറോസ് ഇട്ട് കൊടുക്കുക. 900 ആണ് ആൻസർ. നെക്സ്റ്റ് 25 ഇൻറ്റു 64 ആണ്. 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. 64 എന്നുള്ളത് 8 ഇൻറ്റു 8 ആണ്. സോ ഇവിടെ 5 ഇൻറ്റു 8 ഇൻറ്റു 5 ഇൻറ്റു 8 എന്ന് എഴുതാം. അതായത് 5 ഇൻറ്റു 8 40 40 ആണ്. 40 ഇൻറ്റു 40 എന്ന് കിട്ടും. 4 ഇൻറ്റു 4 ചെയ്യുക 16 ആണ്. 2 സീറോസ് ഇട്ട് കൊടുക്കുക. 1600 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ 3 പാർട്ടായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. പാർട്ട് 1ൻ്റെയും 2ൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 5 മാത്സിൽ നോക്കിയാൽ വീഡിയോ കാണാവുന്നതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ്.
അതായത് 1ൻ്റെ സ്ക്വയർ 1 2ൻ്റെ സ്ക്വയർ 4 3ൻ്റെ സ്ക്വയർ 9 4ൻ്റെ സ്ക്വയർ 16 5 സ്ക്വയർ 25 ആണ് 6 സ്ക്വയർ 36 ആണ് 7 സ്ക്വയർ 49 ആണ് 8 സ്ക്വയർ 64 9 സ്ക്വയർ 81 10 സ്ക്വയർ 100 ആണ്. ഇത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.